ഹലോ വെൽക്കം ബാക്ക്. സുഹൈൽ വെട്ടാമ്പിയാണ്. ഇപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ എൻ്റെ കൂടെ ഉള്ളത് അഷ്കർ സാറാണ്. ഞാനിങ്ങോട്ട് വന്നതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കാരണം അഷ്കർ സാറാണ്. അഷ്കർ സാർ ഇവിടുത്തെ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇവിടെ സ്കൂളൊക്കെ പിന്നെ എന്താ പറയുക വെക്കേഷനാണ്. കാരണം നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് വെക്കേഷനുള്ള പോലെ ഇവിടെ പ്രശ്നം അതല്ല. ഏതായിരുന്നാലും ശ്രീനഗറിൽ ടൗണിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? മഞ്ഞിങ്ങനെ പെയ്യണത്, മഞ്ഞ് പെയ്യണ അങ്ങനെയൊക്കെ പാട്ട് ഇട്ടില്ലേ? പക്ഷെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഈ സാധനം ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ വരും എന്നുള്ളതാണ്. പിന്നെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. പക്ഷെ പ്രശ്നം അതല്ല. ഇവിടെ നമ്മളൊരു ബോർഡ് കാണിച്ചു തരാണ്. ഇങ്ങോട്ട് ഇവിടെ ഒരു ബോർഡ് കാണാം. ഈ ബോർഡ് ഈ മഞ്ഞിങ്ങനെ വായിച്ചാൽ ഇവിടെ സംഭവം നോക്ക്. ചായ, കട്ടൻ ചായ, ലെമൺ ടീ, കോഫി, ബ്ലാക്ക് കോഫി, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവും. അതായത് മലയാളം എവിടെ എഴുതിയിട്ടുള്ളത് അറിയോ? കാശ്മീർ. ഏകദേശം കിത്തന ദൂർ എത്ര കിലോമീറ്റർ ഉണ്ട്? സത്യത്തിൽ ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ മലയാളം മറന്നു, അഷ്കർ സാർ ഉറുദും മറന്നു. ഇതാണ് പ്രശ്നം. 1500 കിലോമീറ്റർക്ക് ശേഷം മലയാളം കണ്ടാൽ ആരായാലും കൊതിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് ഏതോ മലയാളികൾ വന്നിട്ട്. നമ്മളിപ്പോൾ ദുബൈയിലൊക്കെ പോയിട്ട് ഇഷ്ടംപോലെ മലയാളി ഹോട്ടൽസ് കാണാം. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഓണേഴ്സൊക്കെ മലയാളികളാവും. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ഇവിടെ മലയാളികളല്ല ഈ ഹോട്ടൽ ഉണ്ടാക്കുന്നത്. ഇവിടെ ശരിക്ക് കേരള പൊറാട്ട ഇവിടെ അദ്ദേഹം പോയി. അദ്ദേഹം പോയി. ഇവിടെ കേരള പൊറാട്ട ഉണ്ടാക്കുന്ന ആള് ഇവിടുത്തെ ഒരു കാശ്മീരിയാണ്. वो किधर है हमारा പൊറാട്ട ഉസ്താദ്? മുഷ്കിൽ नहीं है. आपका नाम क्या है? സുഹൈബ്. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ ഈ ഇവിടുത്തെ കാശ്മീരികളാണ് ഇവിടുത്തെ ഈ കേരള ഹോട്ടൽ, മലയാളം ഹോട്ടലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും അഷ്കർ സാറെ കുറിച്ച് ഞാൻ പിന്നീട് ബാത്ത് കरूंगा. താങ്ക് യു.